തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് രാജ്യസഭ MP സി സദാനന്ദൻ മാസ്റ്റർ. പല കോർപ്പറേഷനുകളും നിരവധി മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളിലും BJP നിർണായക ശക്തിയാകും. കണ്ണൂർ ജില്ലയിലും ഇത്തവണ BJPക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം ജനം TVയോട് പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ ഈ റിപ്പോർട്ടോടുകൂടി വാർത്താസായാഹ്നം പൂർണ്ണമാകുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ BJPയുടെ സ്ഥാനം എന്തായിരിക്കുമെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടി സാധിക്കും. അതിലും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മോടൊപ്പം രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്ററുണ്ട്. എന്താണ് BJPയുടെ വളർച്ചയെ അല്ലെങ്കിൽ BJPയുടെ പ്രതീക്ഷ എന്താണെന്ന് അദ്ദേഹത്തോടു കൂടി തന്നെ ചോദിച്ചറിയാം. പക്ഷേ എങ്ങനെയാണ് ഇത്തവണ നമ്മളൊരു പ്രതീക്ഷ വെക്കുന്നത് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഫലം വരുമ്പോൾ? തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റത്തിന് BJP സജ്ജമായി കഴിഞ്ഞു. ഇതിനകം തന്നെ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളച്ചുകെട്ടില്ലാതെ പറയാലോ. അതായത് കഴിഞ്ഞ 4 മാസം മുമ്പ് മുതൽ തന്നെ പാർട്ടി തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഔപചാരികമായിട്ട്. അല്ലാതെ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുക, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം, ബൂത്ത് കമ്മിറ്റിയിൽ പെടുന്ന പ്രവർത്തകരെ സജ്ജരാക്കുക, ഒപ്പം സംസ്ഥാന നേതൃത്വം, ദേശീയ നേതൃത്വം, അമിത്ഷാജി പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത്ഷാജിയുടെ സന്ദർശനം, അതിനിടയിൽ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ 25% വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് ഇന്നലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ചില പ്രവർത്തകരുമായൊക്കെ ആശയവിനിമയം നടത്തിയപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ലക്ഷ്യം മറികടക്കും എന്നുള്ളതാണ് അനുഭവം. അതുകൊണ്ട് കേരളത്തിൽ ഇതുവരെയുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റം വരുന്ന തരത്തിൽ NDA അല്ലെങ്കിൽ BJP വലിയ മുന്നേറ്റം നടത്തും എന്നാണ് പ്രാഥമികമായി അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് പല പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും BJP നിർണായക ശക്തിയാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഉറപ്പായിട്ടും കോർപ്പറേഷനുകൾ BJP ഭരിക്കുന്ന സാഹചര്യമുണ്ടാകും. നിരവധി മുനിസിപ്പാലിറ്റികൾ BJPയുടെ ഭരണത്തിൽ വരും. ധാരാളം ഗ്രാമപഞ്ചായത്തുകളിൽ BJP ഭരണ സംവിധാനമുണ്ടാകും. ഇതിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകൾ, ഇവിടങ്ങളിലൊക്കെ പാർട്ടിയുടെ പ്രതിനിധികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് BJP പ്രവർത്തകർ, RSS പ്രവർത്തകർ ത്യാഗം ചെയ്തൊരു സ്ഥലം കൂടിയാണ്. അവിടെ ഇത്തവണ എങ്ങനെയായിരിക്കും നേട്ടമുണ്ടാകും? കണ്ണൂരിലെ മാറ്റം ഞങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ ആവേശം പകരുന്ന മാറ്റമാണ്. അതിലെടുത്തു പറയാവുന്നൊരു കാര്യം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിനേക്കാൾ അതിൻ്റെ ഇരട്ടി വോട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം മുൻകാലങ്ങളിൽ പാർട്ടിയിലേക്ക് വന്നു ചേരേണ്ട വോട്ടുകൾ പലരും കവർന്നെടുത്തിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ വോട്ട് ചോരി കണ്ണൂരിൽ കാര്യമായി നടന്നിട്ടുണ്ട്. അത് പല ഘടകങ്ങളുണ്ട്. താമരയിൽ പതിയേണ്ട വോട്ടുകൾ പലതും മറ്റ് പല ചിഹ്നങ്ങളിലേക്കും തട്ടിയെടുക്കുന്ന മറ്റ് ചില സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിനൊക്കെ വലിയ തോതിലുള്ള മാറ്റം സംഭവിച്ചു. പാർട്ടിയോട് അനുഭവം പ്രകടിപ്പിക്കുന്ന വോട്ടർമാരിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് വരേണ്ട വോട്ടുകളിൽ പലതും ചില വൈകാരികമായ തലങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടും ആ തരത്തിലൊക്കെ നടത്തിക്കൊണ്ടും പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ സമർത്ഥമായ പാർട്ടി സംവിധാനത്തിൻ്റെ കൂടെ തന്നെ അത് തിരിച്ചു പിടിക്കാനും പാർട്ടിക്ക് തന്നെ ആ വോട്ട് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാക്കാനും പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രവർത്തകരിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനം നമുക്ക് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അത് കാണാനും സാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ ഒട്ടുമിക്ക തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും BJPയുടെ പ്രതിനിധികളുണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തലശ്ശേരി നഗരസഭ നമുക്കറിയാലോ. തലശ്ശേരി എന്ന പേരിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെയൊക്കെ നല്ല തോതിലുള്ള മുന്നേറ്റം പാർട്ടി നടത്തും എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ തലശ്ശേരി പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളിൽ ഇരട്ടിയാവട്ടെ, പാനൂരാവട്ടെ, തളിപ്പറമ്പ്, അത്തരം സ്ഥലങ്ങളിലൊക്കെ നല്ല മുന്നേറ്റം ഉണ്ടാകും. കുത്തുപറമ്പ് ഉൾപ്പെടെ കണ്ണൂർ കോർപ്പറേഷൻ ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് വിലയിരുത്തൽ.
ഇപ്പോൾ മാഷ് താമസിക്കുന്ന മട്ടന്നൂർ നഗരസഭയിൽ ഇനിയും 2 കൊല്ലം കൂടി ഉണ്ട് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കേരളം മൊത്തമുള്ളൊരു തെരഞ്ഞെടുപ്പ് ആവേശത്തിൻ്റെ കൂടെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു സങ്കടം തീർച്ചയായിട്ടും കേരളത്തിൽ മുഴുവൻ അലയടിക്കുന്ന BJPക്ക് അനുകൂലമായൊരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂർ നഗരസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 2027 മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഞാൻ ഈ നഗരസഭയിലെ വോട്ടറാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ തവണ ഈ ആഘോഷ തിമിർപ്പിനിടയിൽ ഈ ഒരു സംഗതി നമുക്ക് സാധിച്ചില്ല എന്നുള്ളൊരു ഒരു പ്രയാസമുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു നാൾ വരും എന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സങ്കടം തീർക്കാം എന്നുള്ളതാണ്. നന്ദി മാഷേ. ഇതിലും ഈ തെരഞ്ഞെടുപ്പിന് റിസൾട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ നമ്മോട് പങ്കുവയ്ക്കുന്നത്. BJP കേരളത്തിൽ നിർണായക ശക്തിയാകുന്നൊരു തെരഞ്ഞെടുപ്പ് തന്നെയാകും ഇത് എന്നും അദ്ദേഹം പറയുന്നു. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.